ദൈവവചന ഭാഗം വീണ്ടും തുടർമാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ നമുക്ക് കർത്താവ് ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ വരെ 20-ാം അധ്യായം വരെ ഏകദേശം സമയക്രമത്തിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. എന്നാൽ തുടർന്ന് നമ്മൾ കാണുന്നത് ഓരോരോ സബ്ജക്റ്റിന്റെ പ്രാധാന്യമനുസരിച്ചും അതുപോലെ ഓരോ ഓരോ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ സദക്യാവിന്റെ കാര്യം വായിച്ചു. എന്നാൽ തുടർന്ന് നമ്മൾ യഹോയാക്കീമിന്റെ കാലത്ത് നടക്കുന്ന കാര്യം, ഇങ്ങനെ വിവിധ കാലഘട്ടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ സമയക്രമത്തിലല്ല, നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. സാധാരണഗതി ചില വാണിംഗ് ഒക്കെ കേൾക്കുമ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കാറുണ്ടോ, എന്നാത്തിന് എന്നോട് ഇതൊക്കെ പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്യാനും പോകുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എത്താനും പോകുന്നില്ല എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. ചില വാണിംഗ് ഒക്കെ കേൾക്കുമ്പം, അയ്യോ എന്നോട് എന്നാത്തിന് ഇതൊക്കെ പറയുന്നത്, എന്നോട് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ, ഞാൻ അങ്ങനൊന്നും ഒരിക്കലും ചെയ്യത്തില്ല എന്ന് നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കന്മാര്, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പറയുമ്പം നമ്മളുടെ സാധാരണഗതിയിലുള്ള ഒരു റെസ്പോൺസ് അതാ, അയ്യോ ഞാൻ അങ്ങനെ വല്ലതും ചെയ്യുവോ, അത് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ. നമ്മൾ ഒരിക്കലും ചില വാണിങ്ങുകൾ കേൾക്കുമ്പം നമ്മൾ ഒരിക്കലും അസംഭവ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ വാണിങ്ങായിട്ട് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. അത് ആത്മീയ ജീവിതത്തിലും അല്ലാത്ത ജീവിതത്തിലും നമ്മൾ പലപ്പോഴും നമ്മുടെ സാധാരണഗതിയിലുള്ള ചിന്തകൾ അനുസരിച്ച് ഈ വാണിംഗ് ഒന്നും എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ആകാൻ പോകുന്നില്ല, ചെയ്യാനും പോകുന്നില്ല എന്നുള്ള നിലയിൽ അതിനെ നമ്മൾ പലപ്പോഴും തള്ളിക്കളയുകയും, എന്നാൽ ഈ വാണിങ്ങിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കത് ഒരു ആന്റി ക്ലൈമാക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ദൈവമേ, ഇത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്നോ, എന്റെ മോൻ അങ്ങനെ ചെയ്യുമെന്നോ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്ന ചില വ്യക്തികൾ ഒക്കെ അങ്ങനെ ചെയ്യുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചില്ല. എന്നാൽ തികച്ചും പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു. ഈ ഭാഗം വായിക്കുമ്പം നമുക്കറിയാമല്ലോ, ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല വാക്കുകള്, അല്ലെങ്കിൽ ആദ്യത്തെ 5 മോശയുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങള് ഇവിടെ നമുക്ക് പിന്നെയും ആവർത്തിച്ചിരിക്കുന്നത് കാണാം. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന വാണിങ്ങുകളെല്ലാം ഇവിടെ നിറവേറി കഴിഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ നിറവേറാൻ പോകുന്നു. അതിൽ നിന്ന് നീക്കുപോക്കില്ല, അതിൽ നിന്ന് ഈ ഒരു തെറ്റി ഒഴിയാൻ കഴിയുന്നതല്ല. നോക്കണമേ, കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നിൽ ചില വർഷങ്ങളുടെ അവര് ദേശത്ത് താമസിക്കുകയും അവര് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത ആ കാലഘട്ടത്തിൽ എത്ര പെട്ടെന്നാണ് ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വാണിങ്ങുകളുടെ ഒരു നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ അതൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ആ കാര്യങ്ങളായി തീർന്നത്. ഇത്രയൊന്നും സമയമൊന്നും വേണ്ട, 10-400 വർഷമൊന്നും വേണ്ട. നമുക്കറിയാം, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ചില വ്യക്തികളാണെങ്കിൽ പോലും അവരൊന്ന് ഇടം തടിച്ചു കഴിയുന്ന ഉടനെ, അല്ലെങ്കിൽ അവരൊന്ന് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്ന ഉടനെ നമുക്ക് ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്തുമാത്രമാണ്. കാരണം ഒരുപക്ഷെ അവർ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആളായിരിക്കും, നമ്മുടെ പല വീഴ്ചകൾ അറിയുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ അവര് പലപ്പോഴും നമ്മുടെ പല ഹൃദയ രഹസ്യങ്ങളും വെച്ച് ഉള്ളിന്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളായിരിക്കും. ഈ വ്യക്തി യഥാർത്ഥത്തിൽ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പല നിലകളിൽ നമ്മളെ വിഷമിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒക്കെ കഴിയും എന്ന് നമുക്കും കൂടെ അറിയാം. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ തന്നെ വിചാരിക്കണം, ഇന്നലെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്നവൻ ഇന്ന് അവന്റെ അവസ്ഥ, ഇന്ന് അവൻ എനിക്ക് ശത്രു പോലെ ആയിത്തീർന്നിരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നുമ്പം നമുക്കറിയാമല്ലോ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊക്കെ കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞതുപോലെ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വാണിങ്ങുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ. കാരണം നമുക്കറിയാമല്ലോ, ദൈവം തന്റെ നീട്ടിയ ഭുജത്താൽ കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ വായിക്കുന്നത് അതൊരു അനുഗ്രഹമായിട്ടും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ദൈവം തന്റെ മഹത്വത്താൽ, അല്ലെങ്കിൽ മിസ്രയീമിൽ നിന്ന് തന്റെ നീട്ടിയ ഭുജത്താൽ തന്റെ ജനത്തെ വിടുവിച്ചു എന്ന് നമ്മൾ വായിക്കുമ്പം ദൈവത്തിന്റെ കാരുണ്യവും, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നും അല്ല, ദൈവം തന്റെ കൃപയാൽ തന്റെ സർവശക്തിയാൽ ആ ഫറവോനെ പോലും ദണ്ഡിപ്പിച്ച്, അന്നത്തെ ഒരു മഹാരാജ്യവും രാജാവുമായിരുന്ന ആ രാജ്യത്തെ പോലും ദണ്ഡിപ്പിച്ച്, ആ ഭരണാധികാരിയെ ദണ്ഡിപ്പിച്ച് ദൈവജനത്തെ ദൈവം വിടുവിച്ചു. ദൈവത്തിന്റെ ഉദ്ദേശം അനുസരിച്ച്
ദൈവത്തിന്റെ പർപ്പസ് അനുസരിച്ച് വിടുവിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാനും ഹല്ലേലൂയ പറയാനും സ്തോത്രം പറയാനും ഒക്കെ നമുക്ക് കഴിയത്തുള്ളൂ. നമ്മൾ ഇന്നലെ കണ്ടല്ലേ യെരമ്യാവ് സ്തോത്രം ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് തോന്നുകയുള്ളൂ എത്ര മഹത്തരമായ കാര്യം എന്ന് പറയുകയും അവരോട് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കറിയാം. അവിടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു, ശാപവും അനുഗ്രഹവും നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു എന്നൊക്കെ ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിലും അതിന്റെ 30-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്ന വചനങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോ അത് അതൊക്കെ അവിടെ പറയുമ്പോൾ ഇതാ നമുക്കറിയാം 28, 29, 30 അധ്യായങ്ങളിൽ ആവർത്തന പുസ്തകത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാ നിന്റെ മുന്നിൽ ഞാൻ മരണത്തിന്റെയും ജീവന്റെയും വഴികള്, ജീവന്റെയും മരണത്തിന്റെയും വഴികൾ നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു, എന്നാൽ ജീവൻ തിരഞ്ഞെടുത്തുകൊള്ളുവിനെന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മനുഷ്യർക്ക് ദൈവം ചോയ്സ് ഒന്നും കൊടുത്തിട്ടില്ല, മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല, മനുഷ്യനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവില്ല. എല്ലാവരും അങ്ങ് ഈ നിലയിൽ ആയിത്തീർന്നു, ഡിപ്രേവിറ്റിയില് പോയി തീർന്നു എന്ന് പറയുന്ന വ്യക്തികൾ തന്നെ ദൈവത്തിന് അവരോട് കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുക്കാനും ദൈവത്തിന് അവരെ കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും ആ ഡിപ്രേവ്ഡ് അവസ്ഥയിലും ദൈവീകമായ വെളിപ്പാടുകൾക്ക് അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ കടന്നു വരാനായിട്ട് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അവരുടെ മുന്നിൽ തന്നെ ആ തീരുമാനമെടുക്കാനുള്ള ആ സാധ്യതകളെ ദൈവം വെച്ചിരിക്കുകയും ആ കാര്യങ്ങളെ കാണാൻ തക്കവണ്ണം ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം നമുക്കവിടെ ഞാൻ ആ ഭാഗത്തേക്ക് ഇനി പോകുന്നില്ല. നമ്മൾ പണ്ട് പലവട്ടം പറഞ്ഞിട്ട് തീർന്നിട്ടുള്ള ഒരു കാര്യമാണല്ലോ, അതിന് അധികരിച്ച് ഇന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയല്ല. എന്നാൽ അത് അന്ന് അവിടെ പറഞ്ഞ വിഷയങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമായി. കർത്താവിന്റെ ദാസൻ അത് പറഞ്ഞല്ലോ, നമുക്കറിയാം, നമ്മൾ കൂടെ ബുദ്ധിയുപദേശം പറഞ്ഞിട്ടും നമ്മള് പ്രോവർബിൽ വായിക്കുന്ന പോലെ കൂടെ ബുദ്ധിയുപദേശം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്തവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും എന്ന് നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. എന്ന് പറയുന്നത് പോലെ തോന്നും ചില സമയങ്ങളിൽ നമ്മൾ പല വ്യക്തികളോടും ഇങ്ങനെ മോനെ ചെയ്യരുത്, എടാ അങ്ങനെ ചെയ്യരുത്, എടാ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയും അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പലർക്കും ഈ പറയുന്ന സംഭവങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പം പെട്ടെന്ന് നമുക്ക് തോന്നും, ഉണ്ടോ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു, നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാനൊക്കെ തോന്നും, എടാ അന്നേരമേ ഞാൻ പറഞ്ഞില്ലേടാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുക. എന്നാൽ നമ്മൾ അവരെ സ്നേഹിക്കുന്ന നിമിത്തം നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ അത് ചെയ്യേണ്ട കാര്യവുമില്ല, വിളിച്ചു ചോദിക്കേണ്ട ആവശ്യവുമില്ല. വിളിച്ചു ചോദിക്കേണ്ട ആള് ഹൃദയത്തിൽ ഓൾറെഡി അത് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മളവിടെ ന്യായവിധി ഒന്നും ഉച്ചരിക്കാനായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. എന്നാൽ അതുപോലെ തന്നെ ദൈവം എത്രമാത്രം നമുക്കറിയാം. ശമൂവേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ശമൂവേലിനോട് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പൊ ശമൂവേല് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് കൊണ്ട് യഹോവയോട് പാപം ചെയ്യാനായിട്ട് ഇടയാകരുത്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് താൻ പറയുന്ന വാക്കുകൾ നമുക്ക് വളരെ അറിയാവുന്ന ഒരു വാക്യമാണല്ലോ, വചനഭാഗമാണല്ലോ. എന്നാൽ ഇവിടെ പറയുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ എത്ര ഹൃദയം കടുത്ത ഉപദേശിയാണെ പോലും ആട്ടെ സിസ്റ്ററെ പ്രാർത്ഥിക്കാം, ആട്ടെ ബ്രദറെ പ്രാർത്ഥിക്കാം എന്നല്ലേ പറയത്തുള്ളൂ. പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, എന്നാൽ തന്നെ പ്രാർത്ഥിക്കാം എന്നല്ലേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാം എന്ന് പറയാനേ നമുക്കറിയത്തുള്ളൂ. എന്നാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സർജറി ചെയ്യുന്ന പോലെ ഉള്ള ഒരു രംഗമാണ് യിരെമ്യാവിന്റെ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൃത്യമായിട്ട് എവിടെ ഇൻസിഷൻ ഇടണമെന്നും എവിടെയാണ് കൃത്യമായിട്ട് മുറിച്ചു തുടങ്ങേണ്ടതെന്നും എവിടം വരെ മുറിക്കണമെന്നും എവിടാണ് മുറിക്കേണ്ടതും തുന്നിക്കെട്ടുകയും ചെയ്യേണ്ടതെന്നും ഇടിക്കാനും തകർക്കാനും പൊളിച്ചു കളവാനും പണിയാനും എന്ന് നമ്മൾ അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ വായിച്ചതുപോലെ ഒരു അനുഭവത്തിൽ. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രതികരണമാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം ഒരു വിഷമത്തിൽ കൂടെ കടന്നു പോകുമ്പം അവരെ പിന്നെ ആശ്വസിപ്പിച്ച് സാരമില്ല പോട്ടെ ഇതൊക്കെ ശരിയാകുമെന്ന് പറയാനല്ല യിരെമ്യാവ് അവിടെ നിൽക്കുന്നത്. നമുക്ക് തോന്നും എരുതിയിൽ എണ്ണ കോരി ഒഴിക്കുവാണല്ലോ, മുറിവിൽ പിന്നെയും മുറിവിന്റെ ഭീകരത കൂട്ടത്തക്കവണ്ണം ഉള്ള കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്, ഒരു ആശ്വാസമല്ലല്ലോ ചെയ്യുന്നത്. നമുക്കറിയാം ഈ മാനസാന്തരം എല്ലാം കള്ള മാനസാന്തരമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം നമുക്കറിയാം യോശിയാവിന്റെ സമയത്ത് ഹിസ്കിയാവിന്റെ സമയത്ത് ഒക്കെ ഉണ്ടായ രൂപാന്തരവും അവര് മടങ്ങി വരുന്ന ഒരു പ്രതീതി അവരുടെ ഭരണകാലത്തൊക്കെ ഉണ്ടായെങ്കിലും അതിന് എത്ര ശക്തിയോടെ
അവർ ആ റിഫോർമേഷൻസ് കൊണ്ടുവന്നോ അതിനേക്കാൾ പൂർവാധിക ശക്തിയോടെ തന്നെ നമുക്കറിയാം മനശ്ശെ ചെയ്ത കാര്യം, അതിനുശേഷമുള്ള യോശിയാവിന് ശേഷമുള്ള രാജാക്കന്മാർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവരുടെ ഈ മാനസാന്തരം ശരിക്കുള്ള മാനസാന്തരം അല്ല. കാര്യങ്ങള് പ്രശ്നമാണ് എന്ന് ഇത്രയും നമ്മൾ ഇന്നലെ വായിച്ച വാക്യത്തിൽ വരെ കർണക്കുറ്റിക്കിട്ട് അടിക്കുന്നതാ കാണുന്നത്. ഇരമ്യാവിനെ കർണത്തിട്ടാണോ പുറത്തിട്ടാണോ അടിച്ചതെന്ന് അറിയില്ല, മിക്കവാറും കർണത്ത് തന്നെ ആയിരിക്കും അടി കൊണ്ടത് എന്നാ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പ്രവചിച്ച പ്രവാചകനെ അടിച്ച ഒരു പാരമ്പര്യമാണ് ഇത് പറഞ്ഞ നാളുകളിലെല്ലാം ഉണ്ടായതെങ്കിൽ ഈ സമയത്ത് ഇത് എവിടുന്ന ഈ തിരിച്ചറിവ് വരുന്നത്? ഈ നമുക്കറിയാം മാനസാന്തരപ്പെടാനുള്ള അവസരമെല്ലാം നഷ്ടമാക്കി, രൂപാന്തരപ്പെടാനുള്ള അവസരമെല്ലാം നഷ്ടമാക്കി. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഈ അവസരത്തിലെങ്കിലും ശരിയായ നിലയിലാണ് അവര് ദൈവത്തിലേക്ക് തിരിഞ്ഞതെങ്കിൽ നിശ്ചയമായും ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കാരണം ദൈവത്തിന്റെ വചനത്തിൽ ഒരു ശക്തമായൊരു വാക്കായി മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നത് അതുപോലുള്ള ചില ശക്തമായ തിരിച്ചറിവുകൾ, ജീവിതത്തിൽ വ്യതിയാനം ഉണ്ടാക്കുന്ന നിലയിലുള്ള മാനസാന്തരം. അല്ലാതെ എല്ലാം കൂടെ തൂത്തുകൂട്ടി വെച്ചിട്ട് ഫാൻ ഇടുമ്പോ പിന്നെയും തിരിച്ചു പോകുന്ന പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലത്തെ മാനസാന്തരമല്ല. ശക്തമായ ജീവിതത്തിൽ, നിലപാടുകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ വ്യത്യാസം ഉണ്ടാകത്തക്കവണ്ണം ശക്തമായ നിലയിലുള്ള മാനസാന്തരം ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുക. നമ്മുടെ ചിന്തകളിൽ വ്യതിയാനം ഉണ്ടാകാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. നമ്മുടെ ചില ചിന്തകളുടെ പാറ്റേൺ തന്നെ പൊളിച്ചെഴുതുവാനായിട്ട് നമുക്കറിയാവുന്നത് പോലെ പല എളുപ്പ വഴികളിലൂടെ നമ്മളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങൾ നമുക്കറിയാം. ശത്രു പലപ്പോഴും നമ്മൾ തുടർന്ന് വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ കാണാൻ കഴിയുന്നത് യെരൂശലേമിന് ഒരു വലിയൊരു പ്രശംസയുണ്ടായിരുന്നു. പ്രശംസ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാടുന്നുണ്ടല്ലോ, പർവ്വതങ്ങൾ ചുറ്റി നിൽക്കും ശാലേം സമം കാത്തല്ലോ നിഞ്ജനത്തെ എന്ന് നമ്മൾ പാടുന്നത് പോലെ പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ തന്റെ ജനത്തെ ചുറ്റി പരിപാലിക്കുന്നു. 125 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ പർവ്വതങ്ങളായി ഇതിന് ചുറ്റും, അതിന്റെ നോർത്തേൺ സൈഡിൽ മാത്രമേ ഒരു നിരപ്പുള്ള ഒരു ഭാഗമുള്ളൂ. ബാക്കി എല്ലാ ഭാഗത്തൂടെയും യെരൂശലേമിലേക്ക് കടന്നു വരണമെങ്കിൽ ഭയങ്കര ചെങ്കുത്തായിട്ടുള്ള ചില പർവ്വതങ്ങളൊക്കെ കയറി വേണം യെരൂശലേമിലേക്ക് വരാൻ. അതുകൊണ്ട് തന്നെ അപ്രതിരോധ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് കീഴടക്കാൻ കഴിയാത്ത ഒരു പട്ടണമായിരുന്നു യെരൂശലേം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രശംസ നമ്മൾ ഇന്ന് വായിക്കുന്ന ഇതിന്റെ തന്നെ 13-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, താഴ്വരയിലും സമഭൂമിയിലും പാറയിലും പാർക്കയും ആർ ഞങ്ങളുടെ നേരെ വരും, ആർ ഞങ്ങളുടെ പാർപ്പിടങ്ങളിൽ കടക്കും എന്ന് പറയുകയും, എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലെങ്കിൽ തന്നെ ഇതുകൊണ്ട് സാധാരണപ്പെട്ടവനൊന്നും ഇവിടെ കയറി വരാൻ പറ്റുകയില്ല. പിന്നെ ആകെ കയറി വരാൻ കഴിയുന്ന നോർത്തേൺ സൈഡിൽ വേണ്ടതുപോലെ വാച്ച് ടവറും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഒരു ശത്രുവിന് യെരൂശലേമിനെ വന്ന് കീഴടക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള ഒരു പ്രശംസയും കൂടെ അവർക്കുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചില കോൺഫിഡൻസിലൊക്കെ ഇരിക്കുന്നത് നമ്മൾ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇങ്ങനൊക്കെ ഉള്ളത് സത്യം തന്നെയാ. ദൈവം അവരെ അതുപോലെ പ്രൊട്ടക്ട് ചെയ്തു, അവരെ അതുപോലെ നടത്തി എന്ന് മാത്രമല്ല, കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുമ്പം ഇതൊന്നും വേണമെന്നുമില്ല. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളപ്പം അതൊക്കെ സാധ്യമാണ്. ഞാൻ എപ്പോഴും ഞാനിപ്പോ ഇന്ന് പ്രസംഗിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു റോഡ് സൈഡിലുള്ള ഒരു പഴയ ബിൽഡിങ് ഒരു പാർപ്പിടമാക്കി ഞാൻ മാറ്റിയ ഒരു ഇതിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പം ഫ്രണ്ട് സൈഡിൽ കോമ്പൗണ്ട് വാൾ കെട്ടാൻ പറ്റുകയില്ല, കാരണം റോഡിനോട് അടുത്താണ് കിടക്കും. നിങ്ങൾക്ക് ഇടയ്ക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹോൺ അടിക്കുന്നതൊക്കെ കേൾക്കാം, രാവിലെ പോകുന്ന ബസ്സുകൾ ഹോൺ അടിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പം അത് അങ്ങനെ കിടക്കും. അപ്പോഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു ഇൻസെക്യൂരിറ്റിയാ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നുന്ന സക്കരിയാവിലോ ഹഗ്ഗയില് നമ്മൾ വായിക്കുന്നത് പോലെ, യെരൂശലേമേ നീ എല്ലാ സമയവും ഇങ്ങനെ മതിലില്ലാതെ നീ തുറന്നു കിടക്കുമോ, ഞാൻ നിന്റെ മധ്യേ തീമതിലായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഈ കഴിഞ്ഞ ഒരു 12, 13, 14 വർഷമായിട്ട് ഇങ്ങനെ മിക്കപ്പോഴും ഏറ്റു പറഞ്ഞുകൊണ്ട് രാത്രി ഉറങ്ങാൻ നേരത്തെ കിടക്കുന്ന ഒരു വാക്യമാണ്. കാരണം നീ എനിക്ക് മധ്യേ തീമതിലായിരിക്കും, അതിൻ്റെതായ അർത്ഥമുണ്ട്. എന്നാൽ വാഗ്ദത്തങ്ങളിൽ ഞാൻ ആശ്രയിക്കുന്നതുകൊണ്ട് പലപ്പോഴും അത് ഏറ്റു പറഞ്ഞ് ഞാനങ്ങ് പ്രാർത്ഥിക്കും, കർത്താവേ നീ മതി, നിന്റെ പ്രൊട്ടക്ഷൻ മതി. അപ്പൊ കാര്യങ്ങൾ അനുകൂലമായിരിക്കുകയും ദൈവ വഴികളിൽ നമ്മൾ നടക്കുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പർവ്വതവും വേണ്ട, കുന്നും വേണ്ട, ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ദൈവം നമുക്കൊരു പർവ്വതവും ദുർഗവും കോട്ടയും ഒക്കെ ആയിട്ട് നമ്മുടെ ചുറ്റും ഇരിക്കും, നമ്മളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം
ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, അവര് ആ, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇരമ്യാവിനോട് വന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പൊ കൃത്യമായ, നമുക്ക് തോന്നും ഇത് ഇങ്ങനെയൊക്കെ ക്രിസ്തീയമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഏറ്റവും വലിയ പിന്മാറ്റക്കാരനും ഏറ്റവും ഉപദേശിമാരെ വേദനിപ്പിച്ചവനും പലവട്ടം ശാസന കൊടുത്തിട്ടും രൂപാന്തരപ്പെടാത്ത ഒരുത്തൻ മടങ്ങി വന്നാൽ നമ്മൾ അവനെ കൈക്കൊള്ളണമോ? എങ്ങനെ കൈക്കൊള്ളണം? എങ്ങനെ അവനോട് പറയണം, എടാ ഇനിയും നിനക്ക് മാനസാന്തരത്തിനുള്ള ഇതില്ല എന്നാണോ പറയുന്നത്? അങ്ങനൊന്നുമല്ല. നമുക്കറിയാമല്ലോ, പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പം അവസാനത്തെ സമയം വരെയും മാനസാന്തരപ്പെടാനുള്ള ആ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമുക്കറിയാം, ഭൗതികമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം കടന്നു വരികയും ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈ ഭക്തിയെയും അതുപോലെ ഈ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും ദൈവദാസന്മാരെ പോലും അതിന് കരുവായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവര്, ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദൈവദാസന്മാരെ പോലും കരുവായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ. എനിക്ക് ചിലരോട് എനിക്ക് സുല്ലിടേണ്ടി വന്നിട്ടുണ്ട്. സുല്ലിടുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവരോടുള്ള ഇടപാടുകൾ എനിക്ക് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി, അവരുടെ ലക്ഷ്യം ആത്മീയമായ രൂപാന്തരമല്ല. ആത്മീയമായിട്ട് അവർക്ക് രൂപാന്തരപ്പെടാൻ ഇഷ്ടമില്ല, മാനസാന്തരപ്പെടാൻ ഇഷ്ടമില്ല. അവർക്ക് ആകെ ലക്ഷ്യം എന്നെങ്കിലും ഒരു കാലത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് വല്ലോ നന്മയോ വിടുതലോ വല്ലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓർമ്മ കൊണ്ട് നമ്മളെ ഇങ്ങനെ വിടാതെ അവര് പിന്തുടരുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവര് എന്നാൽ മറ്റുള്ളവരെക്കാളും ഒക്കെ കൂടുതൽ ചിലപ്പോൾ സ്വോത്ര കാഴ്ച തരും, നമ്മളെ കൂടുതൽ അഭിനന്ദിക്കും. ഇതിന്റെ ഒക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അവരുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അപകടത്തിലാവരുത്. ഭൗതികമായ കാര്യങ്ങൾ അപകടത്തിലാകുന്നു എന്ന് തോന്നുമ്പോൾ അവര് പിന്നെയും വന്ന് നമ്മളെ വിളിക്കും, പിന്നെയും വന്ന്. ഇതിന് വേറൊരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തന്നെ പിന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ല അന്ന് ഞാൻ ബ്രദറിന് ഇതുപോലൊക്കെ ഞാൻ സഹായിച്ചില്ലായിരുന്നോ? അല്ല അന്ന് ബ്രദർ എന്റെ ഇതൊക്കെ മേടിച്ചില്ലായിരുന്നോ? അവര് സ്വോത്രകാഴ്ച തന്ന് ഞാൻ മേടിച്ചു. ഇപ്പൊ ചോദിക്കുക, അന്ന് അത് മേടിക്കാനല്ലേ ബ്രദർ അവിടെ വന്ന്? എന്റെ തല കറങ്ങിപ്പോയിട്ടുണ്ട് ചില അവസരങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേട്ടിട്ട്. ഞാൻ അവരോട് പറയാൻ, നിങ്ങളുടെ സ്വോത്രകാഴ്ചയും വേണ്ട, ഇനി നീ തന്ന സ്വോത്രകാഴ്ച എത്രാന്ന് പറയാമെങ്കിൽ ഞാനങ്ങ് തിരിച്ചയച്ചു തരികയെങ്കിലും ചെയ്യാം നിനക്ക്. ഇനി ഈ നിലയിൽ കാര്യങ്ങളെ ഇതാക്കാനായിട്ട് ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കപട മാനസാന്തരം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കണ്ണുനീരൊഴുക്കും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പറയും തൻകാര്യം തലേ കയറിയതാന്ന് പറയും. ഏതാ, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടും ഭക്തി കൊണ്ടും ഒന്നുമല്ല, അവനവന്റെ കാര്യം നടക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുന്ന കാര്യം വരുമ്പോൾ അത് തലേ കയറുമ്പോൾ കരയുന്ന കരച്ചിലാണ്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ മാനസാന്തരമായിട്ട് പലപ്പോഴും എണ്ണിക്കഴിയുമ്പം അത് നമ്മുടെ ആ കാൽക്കുലേഷനെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വിവേചനത്തെ തന്നെ ചതിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ സിദെക്കീയാവിന് സംഭവിച്ചത്. എത്രയോ കർത്താവിന് ദാസൻ പറഞ്ഞ പോലെ എത്രയോ അവസരങ്ങൾ അവന്റെ മുന്നിൽ മാതൃകയായിട്ട് തന്നെ കിടക്കുന്നു, എത്രയോ സാഹചര്യങ്ങൾ അവന് ഉപയോഗിക്കാമായിരുന്നു. അവനെ പോലെ അവന്റെ അല്ലെങ്കിൽ അവനെ പോലെ രാജാക്കന്മാരായിരുന്നവർക്ക് സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അവസ്ഥയും മാനസാന്തരപ്പെടാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുള്ളതിനേക്കാൾ എത്ര ശ്രേഷ്ഠമായിട്ടാ ഈ മാനസാന്തരത്തിനുള്ള അവസ്ഥ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് എന്ന് നമ്മൾ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അതിലേക്ക് നടത്തണം, ദൈവം നമ്മളെ അതിലേക്ക് കൊണ്ടുപോകണം. കർത്താവെ, ഞാൻ ഈ കാണിക്കുന്നതൊക്കെ വെറും പുറമേ ഉള്ള ചില പരിപാടികളാണെന്നും, കർത്താവെ ഇതൊന്നും യഥാർത്ഥത്തിലുള്ള മാനസാന്തരമല്ലെന്നും, ഇതിൽ പലതും തൻകാര്യം തലേ കയറിയത് കൊണ്ട് കരയുന്ന കള്ളക്കരച്ചിലാണെന്നും നീ തിരിച്ചറിയുകയും, കർത്താവെ എന്നെ നീ യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ യഥാർത്ഥ മാനസാന്തരത്തിലേക്കും യഥാർത്ഥ ആത്മഭാരത്തിലേക്കും യഥാർത്ഥ തിരിച്ചറിവിലേക്കും നീ എന്നെ കൊണ്ടുവരണമേ എന്ന് നമ്മൾ കാര്യങ്ങളെ പ്രാർത്ഥിക്കുമ്പം ദൈവം നമ്മളെ അങ്ങനെ കൊണ്ടുവരാനായിട്ട് ഇടയായിട്ട് തീരും. ഇല്ലെങ്കിൽ ഇത് ഈ കാര്യസാധ്യക്കാരുടെ ഇടയിൽ ദൈവ ഭക്തന്മാര് പെട്ടുപോയ അവര് പോലും ചിലപ്പോൾ തെറ്റിപ്പോകും. നമുക്കറിയാമല്ലോ, പല ഇപ്പൊ ആത്മീയമായ ശുശ്രൂഷകളെന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന പല ശുശ്രൂഷകളുണ്ട്. ഒരു തിരിച്ചറിവിന് വേണ്ടി മാത്രം ഞാൻ പറയുക. കാരണം ഈ ആത്മീയമായ ശുശ്രൂഷകള്, പ്രവചനങ്ങള്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കൂടോത്രം ഒഴിപ്പിക്കല്, ഈ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളോടിപ്പം വന്ന് പറയുക, ഒരാള് വന്ന് പറയുക നിനക്കെതിരെ ഒരു കൂടോത്രം വെച്ചേക്കുന്നു എന്ന് പറയുമ്പം നമ്മൾ ഉടനെ അങ്ങ് പെട്ടെന്ന് ആകെ പ്രയാസപ്പെടുക. എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു എനിക്ക് ഒന്നും ഇല്ലെന്നാണല്ലോ, എനിക്കെതിരെ ഒരു കൂടാോത്രം വെച്ചേക്കുന്നത് കേൾക്കുമ്പോ ആഹാ. അപ്പൊ നോക്കിയാട്ടെ, ആത്മീയമായി അത്രയും നേരം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരുന്ന നമ്മുടെ മനസ്സിനെ തികച്ചും താഴ്ത്തിക്കൊണ്ടുവരാനും ക്രിസ്തുവിലല്ലാതെ ഉള്ള ഒരു നിലവാരത്തിലേക്ക് അതിനെ ആക്കി തീർക്കാനും അതിന് ഈ ഭക്തി കൊണ്ട് തന്നെ പ്രതികാരം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു നിലയിലേക്ക് ശത്രു നമ്മളെ കൊണ്ടുവരിക. ആ തന്ത്രം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ
നമുക്കറിയാമല്ലോ, എന്നോടും പറഞ്ഞിട്ടുണ്ട് ഈ കൂടോത്രം വെച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ക്രിസ്തുവിൽ എനിക്ക് എന്നെ കൂടോത്രം വെക്കാൻ, എന്റെ ആത്മീയ ജീവിതത്തിന് തകർക്കാനായിട്ട് കഴിയത്തില്ലെന്നും, ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ ആ നിലയിലുള്ള കൂടോത്രം കൊണ്ടോ ആഭിചാരം കൊണ്ടോ തകർക്കാൻ കഴിയത്തില്ല എന്നും ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കെ, ഞാൻ ക്രിസ്തുവിൽ ഒരു ദൈവവൈതലാണെന്നും അവർ പ്രാഗൽഭ്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ആ പ്രാഗൽഭ്യമുള്ള ഒരു മനസാക്ഷിയായിട്ട് ജീവിക്കുന്ന ആണെന്നും ഈ നിലയിൽ എന്റെ ജീവിതത്തിൽ ഒരു ദുഷ്ടനും സ്വാധീനം വരുത്താൻ ചെയ്യാൻ കഴിയത്തില്ലെന്നും, എന്ന് മാത്രമല്ല, അങ്ങനെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ദൈവം അനുവദിച്ചിട്ട് അത് ചെയ്യുന്നത്, അതിന് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, കേട്ട പാതി കേൾക്കാത്ത പാതി ഇതുപോലൊക്കെയുള്ള ദൂതുകളും നമ്മൾ ഏറ്റെടുത്തിട്ട് അതിന്റെ പുറകെ പോകുന്നതിന്റെ അപകടം എന്തുമാത്രമാണെന്ന് നമ്മൾ അറിയുന്നില്ല. കാരണം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ ലക്ഷ്യമാക്കി ക്രിസ്തുവിലുള്ള തേജസ്സും നിത്യതയും ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരുന്ന നമ്മളെ ഈ ലോകത്തിലുള്ള ചില ഈ കൂടോത്രം ചെയ്തത് കൊണ്ട് എന്താ പറ്റിയത്? സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നത് എന്റെ പേര് മായ്ച്ചു കളയാൻ ഈ കൂടോത്രക്കാരന് പറ്റുമോ? അല്ലെങ്കിൽ നിത്യത എനിക്കുണ്ട്, അവനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവൻ ഉണ്ട് എന്ന് പറഞ്ഞ് എന്റെ നിത്യജീവൻ എടുത്ത് മാറ്റിക്കളയാൻ അവന് പറ്റുമോ? എന്നാൽ ഈ പറയുന്നത് കൊണ്ട് അത് സംഭവിക്കും. കാരണം ഞാൻ ആത്മീയമായിട്ടുള്ള എന്റെ പോരാട്ടം, ആത്മീയമായിട്ടുള്ള എന്റെ കാഴ്ചപ്പാട് മാറിപ്പോയിട്ട് പോരാട്ടം നിർത്തിയിട്ട് ജഡത്തിൽ പോരാടുന്നവനും വെറും പിശാചിനെ പിടിക്കാൻ നടക്കുന്നവനാക്കി എന്നെ മാറ്റും. കാരണം എന്റെ കർത്താവ് പിശാചിനെ കാൽവരി ക്രൂശിൽ തോൽപ്പിച്ചിട്ടുണ്ട്, അവനെ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കിയിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ട് അതിലൊന്നും എനിക്ക് ചെയ്യാനായിട്ടില്ല. എന്റെ കർത്താവിൽ ഞാൻ വിശ്വസിച്ചാൽ, അവനെ ആശ്രയിച്ചാൽ മാത്രം മതി. അപ്പം ഇങ്ങനെ പറയുന്നവർ എന്താ ലക്ഷ്യമാക്കുന്നേ? ഞാൻ ഒരിക്കലും ഒരു ആലപ്പുഴയിലുള്ള ഒരു സഭയിൽ പോയപ്പം ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പം അവിടുത്തെ പാസ്റ്റർ കഴിഞ്ഞ ദിവസം പോയി ഏതോ ഒരു വീട്ടിന്റെ സ്റ്റെയർ കേസിന്റെ അടിയിൽ നിന്ന് ഒരു സാധനം പൊക്കിക്കൊണ്ടുവന്ന ഒരു കാര്യം പറഞ്ഞു. എന്നാൽ യോഹന്നാന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനല്ലോ ദൈവപുത്രൻ പ്രത്യക്ഷനായത്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനല്ലോ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അത് ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ കിടക്കുന്ന മുട്ടയും തലമുടിയും മറ്റേ ഏതാണ്ടൊക്കെ ചേർത്തിടുന്ന സാധനം കുഴിച്ചെടുക്കാനല്ല, നമ്മുടെ ആത്മാവിൽ പിശാച് കൊണ്ടുവന്നിടുന്ന ചില കാര്യങ്ങളെ അഴിക്കാനാണ്. നമുക്ക് നിത്യജീവൻ ലഭിക്കാതെ വണ്ണം, നമ്മുടെ ആത്മീയമായ കാഴ്ചപ്പാട് മങ്ങിപ്പോകത്തക്കവണ്ണം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം തെറ്റിക്കത്തക്കവണ്ണം അവൻ ചെയ്യുന്ന ചില കൂടോത്രങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എപ്പോഴും ഓർക്കണം, ആ പഴയ നിയമത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ നമ്മുടെ പോരാട്ടം ജഡീയങ്ങളല്ല, നമ്മുടെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. കോട്ടകളെയും സങ്കല്പങ്ങളെയും ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ഇടിപ്പാൻ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സകല സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന സകല ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞിട്ട്, പ്രിയപ്പെട്ടവരെ, ആത്മീയമായിട്ട് പ്രോപ്പറായിട്ട് ചിന്തിക്കേണ്ട നമ്മുടെ ചിന്താശക്തിയെ പോലും തെറ്റിച്ചു കളയുന്നതാണ് ആത്മീയമെന്ന് തോന്നുന്ന നിലയിൽ പറയുന്ന പല വെളിപ്പാടുകളും. നമ്മളോട് പറയുക, അതെ നിങ്ങളുടെ കാറിന് എന്തെങ്കിലും ചെയ്തു വെച്ചേക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മൂലയ്ക്ക് ഇത് കുഴിച്ചിട്ടത് ഇരുന്നോട്ടെന്നേ, അവിടെ ഇരുന്നോട്ടെ. എന്തെല്ലാം സാധനം കുഴിച്ചിട്ടിട്ടുണ്ട് ഈ വീടിന്റെ താഴെ. ഇഷ്ടം പോലെ കല്ല് കുഴിച്ചിട്ടിട്ടുണ്ട്, മറ്റു പല സാധനങ്ങളും കുഴിച്ചിട്ടിട്ടുണ്ട്. ആത്മീയമായിട്ട് ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയെ ബാധിക്കത്തക്കവണ്ണം, ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയെ ഹാനികരമായിട്ട് ബാധിക്കത്തക്കവണ്ണമുള്ള ഒരു കൂടോത്രവും ലോകത്തിലെ വിശ്വാസത്തിൽ നിൽക്കുക വേണ്ടിയത്, അല്ലാതെ വീട് മുഴുവൻ JCB കൊണ്ട് തുരക്കുകയല്ല വേണ്ടി. എനിക്കറിയാവുന്ന എന്റെ അടുത്ത ഒരു സ്നേഹിതനുണ്ട് ഇതേ പട്ടണത്തിൽ. അദ്ദേഹത്തിന്റെ മനോഹരമായ വീട് ഇത് നിമിത്തം അദ്ദേഹം ഇടിച്ചു കളഞ്ഞു. ഇപ്പൊ അവിടെ തരിശാ കിടക്കുന്നത്. വളരെ മനോഹരമായിട്ട് മാർബിളൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് പണിത ഒരു ഭവനം. ഇത് പറഞ്ഞിട്ട് ആ ഭവനം തന്നെ അതിന്റെ അടിസ്ഥാനം തോണ്ടിക്കളഞ്ഞു. കാരണം ഇത് കുഴിച്ചിട്ടേക്കുന്നു എന്നുള്ള ഒരു ഇതിൻ്റെ ഉള്ളിൽ. പ്രിയപ്പെട്ടവർ, ഈ ലോകജാതികളൊക്കെ പലരും അങ്ങനെ കാണിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ ആ വഴിക്കാണോ പോകേണ്ടത്? അതൊരു ലക്ഷ്യം തെറ്റിക്കുന്ന പരിപാടിയല്ലേ? അപ്പോസ്തലന്മാർ ആരെങ്കിലും കുഴിച്ചിട്ടത് എടുക്കാൻ പോയോ? അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഈ കുഴിച്ചിട്ടത് എടുക്കുമായിരുന്നോ കർത്താവിന്റെ പരിപാടി? എന്നാൽ ആത്മീയമായ ബോധമില്ലാത്ത ജനം ഇതൊക്കെ കേട്ട് അതിന്റെ പുറകെ പോവുക. അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയമായ സ്ഥാനം എന്താണെന്നും ആത്മീയമായിട്ടുള്ള അവരുടെ പൊസിഷൻ എന്താണെന്നും ക്രിസ്തുവിനുള്ള അധികാരം എന്താണെന്നും മനസ്സിലാക്കാതെ കേവലം പിശാചിന് അടിമകളായിട്ട് പോകുക, ഭയം അവരെ മേയിക്കുക, ഭീതി അവരെ നടത്തുക. ഇതൊക്കെ എന്തിനാ പറയുന്നേ? വളരെ അത്യാവശ്യം പറയേണ്ട ചില കേസുകൾ ആയതുകൊണ്ടാ പറയുന്നത്. ചിലർക്ക് വിവേചന ശക്തിയില്ല. കാരണം ഇത് ഞാൻ ഈ കേൾക്കുന്നതും പറയും, അതിന് നേരെ വിപരീതമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അതും കേൾക്കുക, അതിനും ആമേൻ പറയും.
അതാണ് ഈ വിവേചനമില്ലാത്ത ആത്മീയമായിട്ടുള്ള ഹിയറിങ്ങിന്റെ ഒരു കാര്യം. എല്ലാത്തിനും ആമേൻ പറയും. ഏത് എക്സ്ട്രീമിൽ നിൽക്കുന്ന കാര്യങ്ങൾക്കും ആമേൻ പറയുകയും ഈ ആടുകൾ നടത്തപ്പെടുന്നത് പോലെ ഒരു വിവേചനവും ഇല്ലാതെ തലയും താഴ്ത്തി അങ്ങ് നടന്നു പോവുക. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ആത്മീയമായിട്ടുള്ള വിവേചനവും കാഴ്ച ശബ്ദങ്ങളും ഉള്ളവരായിട്ട് നമ്മൾ തീരേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്ന് നമ്മൾ ചില കാര്യങ്ങളോട് പെർഫെക്റ്റ് നോ പറയാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ക്രിസ്തുവിൽ നിങ്ങൾ നമ്മളിപ്പോ എഫേസ്യരിൽ വായിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയല്ല ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചത്. മുമ്പേ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളഞ്ഞ് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് അങ്ങനല്ല, ആ പാതയിലല്ല നിങ്ങൾ പോകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ടത് ഈ മാനസാന്തരപ്പെടാനുള്ള ഇതിന്റെ ആവശ്യം. കാരണം ഭൗതികമായിട്ട് മാത്രം ആലോചിച്ച് നോക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്നതൊക്കെ ശരിയല്ലേ? ശരിയാ. എന്റെ ഇൻകം എന്റെ അടുത്തും എനിക്ക് കാരണം ഒരു ഇവിടെ വെള്ളത്തിന്റെ സ്കേഴ്സിറ്റി ഉള്ളത് കൊണ്ട് എന്റെ അയൽവാസി ഒരാൾ ബോർവെൽ അടിക്കാൻ ആൾക്കാരെ വിളിച്ചോണ്ട് വന്നു. അതിനു മുന്നേ നമുക്കറിയാം ഈ സ്ഥാനം നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. ചില ആൾക്കാർ ചില ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് ഞാൻ വിചാരിച്ച അങ്ങനെയാണെന്ന്. നോക്കുമ്പം അങ്ങനൊന്നുമല്ല. ഈ ജ്യോതിഷനും ഇവരുമൊക്കെയാ വന്നേക്കുന്നത്. അപ്പുറത്ത് വന്ന ആൾക്കാർ ആരാന്നറിയാതെ, ഞാൻ കാരണം അപ്പുറത്തുള്ള ഒരു വീട് എന്ന് പറയുന്നത് ഒരു അഭ്യസവിദ്യനായിട്ടുള്ള രണ്ട് വ്യക്തികളുടെ ഭാര്യ ഭർത്താവിന്റെ വീട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതെങ്കിലും നിലയിലുള്ളതായിരിക്കും എന്ന് വെച്ചിട്ട് അവരെന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ആദ്യമേ പറയുന്നത്, നിങ്ങളുടെ കാരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഇൻകം ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക, അത് ഉടനെ നിങ്ങൾ ചില നടപടികൾ ചെയ്യണം. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എന്റെ ഇൻകത്തിന് ഒരു കുറവുമില്ല, എന്റെ അനുഗ്രഹത്തിനും ഒരു കുറവില്ല. പിന്നെ നിങ്ങൾക്ക് എന്നാ കുറവെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ കൂടോത്രം ഉണ്ടെങ്കിൽ ഈ കൂടോത്രത്തിൽ വിശ്വസിക്കരുതെന്നും അത്തരം കാര്യങ്ങളുടെ മോചനത്തിന് വേണ്ടി അങ്ങനെ ഭയത്താൽ ബാധിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുത്തനാ ഞാൻ. അപ്പൊ കൊല്ലക്കടയെ സൂചി വിൽക്കാൻ നോക്കുന്നു നിങ്ങൾ, ആ പണി എന്റെ അടുത്ത് വേണ്ടാന്നും പറഞ്ഞ് ഞാൻ അവരോട് പ്രതികരിക്കാനിടയായി തീർന്നു. ഇപ്പോഴും എന്നെ നേരെ കണ്ടാ നിൽക്കത്തില്ല, അപ്പം വണ്ടി വിട്ടുകളയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിലയെ നോക്കുമ്പോൾ ശരിയാണല്ലോ, ഇപ്പൊ ഇൻകം കുറവാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പറ്റിയല്ലോ, ഇങ്ങനെ പറ്റിയല്ലോ. ഞാൻ അന്നേരം ഈ സാഹചര്യത്തിൽ ഈ ഇൻകം തരുന്ന പരിപാടി എങ്ങനെങ്കിലും തലേന്നൊന്ന് താഴെ വെച്ചിട്ട് ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് ആ നിലയിൽ പ്രസംഗിക്കാൻ ഇടയായി തീരണം എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇടക്കാലത്ത് ഞാൻ കുറച്ചു നാൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി മാനേജ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത്. അപ്പം കർത്താവിന്റെ വചനം പ്രസംഗിക്കണം എന്നുള്ള ഉത്കടമായ ആഗ്രഹം കൊണ്ട് അതൊന്ന് തലേന്നെടുത്ത് താഴെ വെക്കാനായിട്ട് നോക്കുന്ന സമയത്താ ഇത് വരുന്നത്. അപ്പൊ സാധാരണപ്പെട്ടവൻ എന്ത് വിചാരിക്കും? ഭൗതികമായി ചിന്തിക്കുന്നവൻ മാത്രമാണെങ്കിൽ എന്ത് വിചാരിക്കും? അയ്യോ, എന്റെ ഇൻകം കുറയാൻ പോകുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യം, ഭാവി കാര്യം, അതൊക്കെ ഇങ്ങനെ ആകുമല്ലോ, അങ്ങനെ ആകുമല്ലോ, അതുകൊണ്ട് അത് സംഭവിച്ചുകൂടാ. എന്ത് വില കൊടുത്തും, ജ്യോതിഷമാണെങ്കിൽ ജ്യോതിഷം, കൂടോത്രമാണെങ്കിൽ കൂടോത്രം, അത് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്യണം. പ്രസംഗം പുറത്തല്ലേ, അത് എങ്ങനെയും നടന്നോളുമല്ലോ എന്ന് വിചാരിക്കുക. എന്നാൽ എനിക്ക് പലപ്പോഴും എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നുന്നു ദൈവം ഏതൊക്കെ നിലയിലാണ് സംസാരിക്കുന്നതെന്ന്. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇടയായിട്ട് അത് അവർ അങ്ങനെ പ്രതികരിക്കാനിടയായി തീർന്നു. അവര് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ ഇതും കുത്തിയില്ല. അത് അവസാനം ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരു ഭാഗത്ത് വെള്ളത്തിന് വേണ്ടി പരിസരം അവിടെ വെള്ളം ലഭിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അതൊക്കെ നമുക്ക് ഏറെക്കുറെ മറിഞ്ഞൊക്കെ നിൽക്കുക. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇതുപോലുള്ള ഭൗതിക വിഷയങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിച്ച് അതിലുള്ള ഇൻസെക്യൂരിറ്റി, നമുക്കുള്ള ഇൻസെക്യൂരിറ്റിയെ മുതലെടുത്ത് ശത്രു നമ്മുടെ ഉള്ളിൽ കയറാൻ ശ്രമിക്കുന്നത്. ഈ ഇസ്രായേൽ മക്കൾക്കും സംഭവിച്ചത് എന്തായിരിക്കാം? നിത്യതയുടെ കാഴ്ചപ്പാട് ഇല്ലാതെ വരുമ്പോൾ, നിത്യജീവനെ കുറിച്ചുള്ള അനുഭവം ഇല്ലാതെ വരുമ്പോൾ, മാനസാന്തരത്തിന്റെ അനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുന്നേ, ദൈവത്തെക്കുറിച്ച് കാരണം ഈ പാപത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലാതെ വരുമ്പോൾ, അതാ ഒന്നുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ടേം. കാരണം ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യമുള്ളവനാണല്ലോ യഥാർത്ഥത്തിൽ ആ പാപക്ഷമയ്ക്ക് വേണ്ടി ദൈവസന്നിധി വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണല്ലോ ഞങ്ങൾ എവിടെ പോകും, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ, ഞങ്ങളുടെ ലക്ഷ്യം ഈ ഭൗതികമല്ല എന്ന് വ്യക്തമാക്കുന്നത് അങ്ങനെയുള്ളവരാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുക, അങ്ങനെ ഇല്ലാതായി തീരുമ്പം എന്തും ചെയ്യും. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടിൽ നിന്ന് ഭൗതിക വിഷയങ്ങളിലേക്ക് നമ്മുടെ ആ ദർശനവും കാഴ്ചപ്പാടും ശ്രദ്ധയും മാറ്റി തീർക്കാനുള്ള പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ ഈ ദിവസങ്ങളിൽ വ്യക്തമായിട്ട് തിരിച്ചറിയണം. അതുപോലുള്ള ശുശ്രൂഷകന്മാരല്ല, അതുപോലുള്ള പ്രവാചകന്മാരുമല്ല, അതുപോലെ ഭൗതിക കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് ആത്മീയ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കളയുന്ന ആൾക്കാര് യഥാർത്ഥത്തിൽ ദൈവം അയച്ചിട്ടുമില്ല. അത് തികച്ചും ദുരാത്മാഭരിതമാണ്. അത് ദുരാത്മാവിൽ നിന്നുണ്ടാവുന്നതാണ്. എന്തൊക്കെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ അവർ ചെയ്തു, പറഞ്ഞത് 101% ശരിയാണെന്ന് പറഞ്ഞാൽ പോലും അത് ദൈവികമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് അവര് മനസ്സിലാകാതെ ഈ പറയുന്നത്. ഞാൻ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയി, എന്നാൽ ഒരു ദൈവിക നടത്തിപ്പിൽ കാര്യങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് സദയം ക്ഷമിക്കുക. അപ്പം ഇവിടെ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ അവർക്ക് തണലായിരുന്നോ, എന്തൊക്കെ അവർക്ക് കോട്ടകൊത്തളമായിട്ട് അവർക്ക് ആശ്രയമായിരുന്നോ, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിരുന്നോ, ഈ കാര്യങ്ങളെല്ലാം അവർക്ക് വിരോധമായി തീരും എന്ന് വ്യക്തമാക്കുന്ന ദൈവവചന ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കിയാട്ടെ, നിങ്ങളുടെ ആയുധങ്ങള് കർത്താവിന്റെ ദാസൻ അതെല്ലാം വിശദീകരിച്ചു. അതുകൊണ്ട് ഞാൻ അതെല്ലാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന അത്ഭുതങ്ങളൊന്നും, കാരണം ഇതിനു മുന്നേ പല അത്ഭുതങ്ങളും അതുപോലെ നടന്നിട്ടുണ്ട്. പിന്മാറ്റത്തിലാണെങ്കിൽ പോലും പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് യിരെമ്യാ പ്രവചനം 58-ാം അധ്യായം, രാജാക്കന്മാരുടെ പുസ്തകം 58 52-ാം അധ്യായം, രാജാക്കന്മാരുടെ പുസ്തകം, ദിനവൃത്താന്ത പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ യിരെമ്യാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി നടന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ ഈ കൗണ്ട് ഡൗൺ ചെയ്തതുപോലെ ഒന്നും അവിടെ നടന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, ഇതാ ജീവന്റെ വഴിയും ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. ഈ നഗരത്തിൽ പാർക്കുന്നവരായി വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും അവർ മരിക്കും എന്ന് മാത്രമല്ല, നിങ്ങൾ ജീവനോടെ ഇരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന ജീവന്റെ വഴി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു രീതിയാണ്. ഗോഡ്സ് വേ ഓഫ് ഡിസിപ്ലിൻ ആണ് നിങ്ങളുടെ മേൽ വരാൻ പോകുന്നത്. അതിന് കീഴടങ്ങുക മാത്രമാണ് ഇപ്പൊ ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യം. അല്ലാതെ വേറെ ഏത് നിലയിൽ റെസിസ്റ്റ് ചെയ്താലും നിന്റെ ജീവൻ നിനക്ക് നഷ്ടമാകും. നമുക്കറിയാമല്ലോ, നിന്റെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ നിനക്ക് ഇരിക്കും. ഇത് നമുക്കറിയാം, തുടർന്ന് ഉപയോഗിക്കുന്ന ഒരു വാക്ക ബാരൂക്കിനോട് പറയുന്നുണ്ട്, നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. എന്റെ മോനെ, ജീവൻ കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട, നീ നിന്നെക്കുറിച്ച് ശ്രേഷ്ഠമായത് വിചാരിക്കരുത് എന്ന് ബാരൂക്കിനോട് പറയുന്ന ഭാഗം നമുക്ക് തുടർന്ന് അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്തരം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മൂക്കിൽ ശ്വാസം ഉണ്ടെന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. അതിനേക്കാളും വലിയ അനുഗ്രഹം ഒന്നും ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അവിടെ പറയുകയും, അവര് ഒരു നിലയിൽ ഇംപ്രഗ്നബിൾ ആണെന്ന് അവർ വിചാരിച്ചുകൊണ്ടിരുന്ന ആ യെരൂശലേമും ആ പർവ്വതങ്ങളും അതൊക്കെ അത്രയും നമുക്കറിയാം, ഈ നീണ്ടു നിൽക്കുന്ന ഒരു നിരോധനം. അത് കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ 2 വർഷത്തിൽ കൂടുതൽ, അത് നമുക്ക് യിരെമ്യാവ് 52 വായിക്കുമ്പോൾ അവിടെ കാണാം, ഏത് മാസം ഏത് തീയതി മുതൽ ഏത് മാസം ഏത് തീയതി വരെ, 9-ാം ആണ്ട്, സിദെക്കീയാവിന്റെ 9-ാം ആണ്ടിൽ തുടങ്ങിയ ഈ നിരോധനം അത് 11-ാം ആണ്ട് വരെ അത് നീണ്ടു നിന്നു എന്നുള്ളതും, അങ്ങനെ രാജാവ് ഒരു ദിവസം രാത്രിയിൽ പട്ടിണിയും ഇതുമൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ പട്ടിണി മരണങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ അവർ ഇറങ്ങി ഓടുന്ന ഒരനുഭവമാണ്. അങ്ങനെയാണ് സിദെക്കീയാവിനെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്കിതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു ഗുണപാഠം, മാനസാന്തരത്തിന് വേണ്ടി ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന സമയത്ത് ഇന്ന് നാളെ എന്ന് നമ്മൾ പറയാൻ നിൽക്കാതെ, എന്താണോ ദൈവവചനത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അത് ഉൾക്കൊള്ളാനും അത് അനുസരിച്ച് മാനസാന്തരപ്പെടാനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുമാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞ പോലെ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത നാഴിക വരുന്നു, വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ നടന്നുകൊള്ളുവീൻ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഇത് അവൈലബിൾ ആയിരിക്കുമ്പോൾ, ഇത് നമുക്ക് ഏറ്റവും ഹൃദയത്തിന് അടുത്തും നമ്മുടെ വായിലും ഈ ദൈവത്തിന്റെ വചനം ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.